ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു സൺഡേ എങ്ങനെ പോകുന്നു എന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്കൂളായതുകൊണ്ട് നമുക്ക് അവധിയാണ്. അപ്പോൾ ഇന്നലെ ഇരുന്ന് ക്ലീൻ ആക്കി കിച്ചൺ ഫുള്ള്. ബാക്കി ഹോം ടൂറിൽ നമുക്ക് കാണിക്കാം. ഹോം ടൂർ മിക്കവാറും ഉടനെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഈ നാട്ടിലേക്ക് പോകുന്ന ഒരു ഇതായതുകൊണ്ട് വീട് മൊത്തം കുളമായിട്ട് കിടക്കുക. കുളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് അവിടെ ഇടും, ഇതിവിടെ ഇടും. കാരണം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ഓരോ ടൈമിൽ വാങ്ങി വയ്ക്കും. സമയമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എക്സാമ്പിളായിട്ടാണെങ്കിൽ ഇപ്പം നാട്ടിൽ പോകുന്ന ഒരു ഡേറ്റ് ഫിക്സ് ആണല്ലോ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സ്കൂളുള്ളതുകൊണ്ട് എനിക്ക് ആകെ ശനി ഞായർ അവധി കിട്ടുള്ളൂ. ആ ടൈമിൽ വീട്ടിൽ വർക്കുണ്ട്, വീട്ടിൽ അതും ഇതും ചെയ്യാനുണ്ടാവും. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ വീട്ടിലെയും പോലെ. അതുപോലെ തന്നെ ബാക്കി കുറേ കാര്യങ്ങൾ എനിക്ക് സ്കൂളിലേക്കുള്ള ഹോംവർക്കും അതും ഇതൊക്കെ ചെയ്യേണ്ട. അപ്പോൾ എപ്പോഴും അതിന് വേണ്ടി ഷോപ്പിങ്ങിന് പോകുന്ന പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈം കിട്ടുമ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങി വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നാട്ടിലേക്കുള്ള കുറച്ച് ഷോപ്പിംഗ് കുറച്ചൊരു 90% കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യമോടെ പോയി എനിക്കൊരു ഷൂവും കുറച്ച് ഡ്രസ്സും പിന്നെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളോട് എടുത്താൽ മതി. കാരണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ളതെല്ലാം, ബാക്കി സ്വന്തക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ചു. അതിൻ്റെ ഒരു ചെറിയ ബിറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് വ്ലോഗിൻ്റെ ടൈമിൽ അതെല്ലാം ഒരുമിച്ചായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇന്നലെ വീട് കുറച്ചൊന്ന് വൃത്തിയാക്കി വന്നേ ഉള്ളൂ. ഹാളൊക്കെ ഏകദേശം ഒരു കുറച്ച് വൃത്തിയായി. ഇതിൽ കൂടുതൽ മെനക്കേടായിരുന്നു. പിന്നെ ബാക്കി കിടക്കുന്നതാണ്, ഇതൊക്കെ ഞാൻ കളയാനുള്ളതാണ്. പാട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ സൺഡേ എന്ന് പറഞ്ഞു. ഇപ്പം ഒരു ഡേ മൈ ലൈഫാണ്. ഞാൻ രാവിലെ 6:30 ആയപ്പോൾ ഏറ്റതാണ്. രാവിലെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു ചെയ്ത് തീർക്കാനുള്ള. അത് കുറച്ചൊന്ന് കംപ്ലീറ്റ് ആയി, ഇനിയുണ്ട് കുറച്ചുകൂടി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിശക്കാൻ തുടങ്ങി, എന്തെങ്കിലും കഴിക്കണമല്ലോ. പിന്നെ ഞാൻ ഫോൺ ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ടുള്ളത് ഇതാണ്, ബ്രാക്ക്ഫാസ്റ്റാണ്. ഇത് ഗെഫ്ലൂഗലിൻ്റെ ആണ്. ഗെഫ്ലൂഗൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കത്തിക്കോഴിയാണ് പറയുന്നത് കേട്ടോ, ആ സാധനത്തിൻ്റെ ആണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കണം ഇവിടെ പന്നി, അതുപോലെ തന്നെ പോത്തല്ലി പശു, അതും പന്നി, അതും മിക്സ് ആയിട്ടുള്ളതൊക്കെയാണ്. അപ്പം ഞാൻ പന്നി കഴിക്കില്ല, എനിക്കിഷ്ടമല്ല, കഴിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ എനിക്കൊരു അറപ്പ് പോലെ. സോ ഞാൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. ചിക്കൻ്റെ ആയിട്ട് കണ്ടില്ല കേട്ടോ, ഗിഫ്ലൂഗൽ എന്ന് പറഞ്ഞ ഇത് മാത്രമേ കണ്ടുള്ളൂ, ചിക്കൻ എന്നുള്ള രീതിയിൽ കണ്ടില്ല. അപ്പോൾ ഇന്ന് ഇതായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ജർമ്മൻ ക്ലാസ് എടുക്കാനുണ്ട് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ ആക്കണം. ഉച്ചയ്ക്ക് എന്ത് കഴിക്കും എന്ന് അറിയത്തില്ല. ഇന്നലെ ഞങ്ങൾക്ക് നൈറ്റ് ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവിൻ്റെ ബാക്കി കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇന്നിനി ദോശയ്ക്ക് പൊടിയുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, ദോശമാവുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചോറോ മീനുണ്ട്, ചിക്കനുണ്ട്, എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടാക്കണം. തണുക്കുന്നുണ്ട്, കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ടേക്കാം. അപ്പം ഞാൻ ഇതിനി ഉണ്ടാക്കാൻ നേരത്തെ കാണിക്കാം കേട്ടോ. ഞാൻ പാൻ ഇവിടെ ചൂടാവാൻ വെച്ചേക്കാണ്, ചൂടാവട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി ഇതൊന്ന് ഞാൻ കഴുകി എടുക്കട്ടെ കേട്ടാ. ഇനി ഈ സാധനം ഞാൻ കട്ട് ചെയ്ത് നല്ല സുന്ദരനാക്കി എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ സൈഡിലൂടെ ഇരിക്കുന്ന മുട്ടയാണ് കേട്ടോ. എന്നിട്ട് മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം പാൻ തന്നെ ഇട്ട് എടുത്തേ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസ് മതിയെന്ന് തോന്നണം. അപ്പോൾ ഈ സൈഡൊക്കെ വെന്തോളൂല്ലോ, അതുകൊണ്ട്. അപ്പം ഇതിന് ഇടാൻ നേരത്ത് കാണിക്കാം. അതുപോലെ തന്നെ ഞാനിത് എന്താ പറയുക, ഇടുമ്പോൾ വേറെ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിടുന്നു, അതിൻ്റെ കൂടെ ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ, വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്താൽ മതി. കാരണം ഞാൻ കഴിച്ചിട്ടില്ല, അവൻ കഴിക്കാറുണ്ട്. അവൻ കഴിക്കാറുള്ളൂ. ഞാൻ പിന്നെ എന്നാൽ ഓക്കെ അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ രാവിലെ ആയിട്ട് ഒരു യോഗർട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, തൈര്. ഇവിടെ നല്ല ടേസ്റ്റുള്ള തൈര് നാട്ടിലും കിട്ടും കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു. ഇത് ഞാൻ കഴിച്ച സ്ട്രോബെറി ഫ്ലേവർ ഒരെണ്ണം ഇന്നലെ രാത്രിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഇരട്ടെ കേട്ടോ. എണ്ണ ചൂടായി. ഞാൻ ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നു, ഇപ്പോഴാണ് ഓർത്തത്. സോ ഞാൻ ഇതും ബ്രെഡുമാണ് കഴിക്കുന്നത്. ആൻഡ് ആ കൂടെ ഞാൻ ആഫ്റ്റർ എവറിത്തിങ് എന്ന് പറഞ്ഞ ഒരു ഇത് റിലീസായിട്ടുണ്ടായിരുന്നു, അതും കാണുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വിളിക്കുകയാണ്.
ഹായ് ഹായ് പറ. ചോറൊക്കെ പൊടിയൊക്കെ കഴിഞ്ഞ സുന്ദരിയായിട്ട് വരുമ്പോ എടുത്താൽ അപ്പോഴും എടുക്കാം ഇപ്പോഴും എടുക്കാം. എന്തോ അതിരുന്ന് ചിരിക്കാണത് കേട്ടിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് കുളിച്ചല്ല സുന്ദരിയായി വന്ന് എന്നിട്ട് എടുക്കും. അതും ഇടും ഇതും ഇടും. ഈ പറയണതൊക്കെ ഞാൻ ഇടും. അപ്പൊ നന്ദു പറയണ അതൊന്നും പറയല്ലേ അവള് ഇടുന്ന്. നന്ദുവിന് തന്നെ നിന്നെ വിശ്വാസമില്ല. നന്ദു എന്തിനാ എന്നെ വിശ്വസിക്ക? നന്ദു യു ഗോ മാൻ ഗോ എനിവേർ. അതെ, ഇവൻ ഉമ്മച്ചീനെ വിളിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തു ഗൈസ്. പിന്നെ സോ ഗൈസ്, അപ്പോൾ നന്ദു ജിമ്മിൽ പോവാണ്. ഞാൻ പോകുന്നില്ല. യെസ്, അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് സ്കൂളിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അപ്പോൾ അത് ചെയ്ത് തീർക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ അതിരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫുഡ് ഉണ്ടാക്കാണ്ട് വീട്ടിലേക്ക് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അതൊക്കെ പിന്നെ. ഞാനിപ്പോൾ ഇരുന്ന് എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാണ്. കാരണം അപ്പോൾ എന്താ പറയുക, ഇന്നെന്തോ എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എഴുതിയെടുക്കുന്നതെന്നുള്ളൂ. ഫുള്ള് ടയേർഡാണ്. ടയേർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നു, പിന്നെ വേറെ കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി എല്ലാം സെറ്റാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും ഈ നോട്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാഴ്ച സമയം കിട്ടണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു മിസ്സിന് ക്രാങ്കാണ്, അതായത് പുള്ളിക്കാരിക്ക് സിക്കാണ്. സിക്കായതുകൊണ്ട് ആ മിസ്സിന് പകരം നാളെ ഇന്നത്തെ ടീച്ചർ വരും 2 മണിക്കൂർ. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞു. ഇത് എന്തിനെ പറ്റിയുള്ള നോട്ടാണ്? ഐസൻ മാങ്ങൽ അനീമി. എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താന്നുള്ളത്. എന്തോ ബ്ലഡുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്ന് മാത്രം അറിയാം, വേറെ ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ പഠിച്ചില്ല, ഇത് ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ബുക്കുണ്ട്, അപ്പോൾ ബുക്കിൽ നോക്കിയിട്ട് ഇത് എഴുതിയെടുക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇപ്പോൾ എഴുതുമ്പോൾ എനിക്ക് കുറച്ച് മനസ്സിലാവേണ്ട, എന്തോ കാൽസ്യത്തിൻ്റെയോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പശുപാലിൻ്റെയോ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയില്ല. അതുപോലെ മെൻസ്ട്രാച്യൂന്ന് കണ്ടു, പിന്നെ ശ്വാങ്ങർഷാഫ്റ്റ് എന്ന് കണ്ടു. ഇതൊക്കെ അറിയാവുന്ന വാക്കുകളാണ്. പിന്നെ മാങ്ങൻ, ദാമ് എന്നൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ അറിയാം. എന്തോ മെനോപൗസ് എന്തോ അസുഖമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിന് പഠിക്കണം. അപ്പം ഇന്ന് പഠിക്കാനായിട്ടുള്ള സമയമില്ല. അപ്പോൾ ഇന്നിനി നോട്ട് എഴുതി എല്ലാം എടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങും. എൻ്റെ നാളെ രാവിലെ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. യെസ്, അപ്പോൾ നമ്മളങ്ങനെ ഏറ്റിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണ ആരും ഓർത്തത്. ഡ്രസ്സ് കംപ്ലീറ്റ്ലി ഇട്ടിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ഇട്ട സെയിം ഉടുപ്പ് തന്നെ ഇട്ട് പറഞ്ഞു. എൻ്റെ അകത്ത് ഇവിടെ ചെളിയൊന്നും ആവുന്നില്ലല്ലോ, ഫോണോടെ ഒന്ന് സെറ്റായതൊക്കെ. സോ ഞാനപ്പോൾ ഇന്ന് ജിമ്മിൽ പോകുന്നുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ അടിയിൽ എൻ്റെ ജിമ്മിലിടുന്ന പാൻറ്റുണ്ട്, പിന്നെ എൻ്റെ പാൻറ്റ്, പിന്നെ ഇത് ജിമ്മിലിടാൻ വേണ്ടിയിട്ട് ഇട്ട ഉടുപ്പാണ്. അല്ലെങ്കിൽ ഈ ഉടുപ്പിടേണ്ട ആവശ്യമില്ല, തെർമൽ ഇട്ടാൽ മതി. പിന്നെ അതിന് മുകളിൽ തെർമൽ, കാരണം തണുപ്പ്. ഇനി മറ്റൊരു ഗ്രീൻ കളർ ഒരു സ്വെറ്റ് ഷർട്ട് അല്ലെങ്കിൽ ഒരു ഹുഡി ഉണ്ട് എനിക്ക്, അതിടും. പിന്നെ ഷൂ ഓഫ് കോഴ്സ് എൻ്റെ നൈക്കിൻ്റെ ഷൂ ഇതിടും. ഇതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ, നാട്ടിൽ പോണതിന് മുന്നേ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഷൂ ഇടുന്നത് കളറൊക്കെ കണ്ടു, കളറൊക്കെ മൊത്തം പോയി, കാരണം മൊത്തം ചെളിയാണ്. ഇതൊന്ന് ക്ലീനൊക്കെ ചെയ്തെടുക്കണം. വേറെ ഷൂ ഇരിപ്പുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ അതേ എടുത്തുള്ളൂ. പിന്നെ എനിക്ക് 2 ഷൂ വാങ്ങുകയും വേണം പോണതിന് മുന്നേ. അപ്പം ഇനി ഫുഡൊക്കെ ആക്കണം. ഞാൻ രാവിലെ അടുക്കളയിൽ പോയി അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ ഡിഷ് വാഷറിൽ കയറ്റിയ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ എടുത്തത് ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഒരു മനസ്സ് ശുദ്ധമായ ഫീൽ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി ബാക്കി കഴിഞ്ഞിട്ട് കാണാം, കാരണം ഷടപടയെന്ന് പറഞ്ഞ് ഇനി ഇറങ്ങണം, അതുകൊണ്ടാണ് കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. ഷൂ ഇതല്ല കേട്ടോ, ഇത് ഷൂ അല്ല, ഇത് മറ്റേ ക്രോക്സാണ്. ഷൂ ഞാൻ നേരത്തെ കാണിച്ച ഷൂ. അപ്പോൾ റെഡിയായി ഏകദേശം ഈ ഒരു സെറ്റപ്പിലായി. മുടി ചുമ്മാ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊരു മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ ഇട്ടു എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തൊക്കെ എൻ്റെ മുഖത്ത് മേക്കപ്പ് ആയിട്ട് ഇട്ടു എന്ന് ഞാൻ ക്ലോസ് ആക്കി കാണിച്ചു തരാം. എന്തൊക്കെ ഇട്ടു എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇനി ഞാൻ പോവാനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഞാൻ ഫുഡ് പാക്ക് ചെയ്തു. ആപ്പിൾ ഒരെണ്ണം ഫുള്ള് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചു, വെള്ളം എടുത്തു വെച്ചു. ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ജിമ്മിൽ പോകുമ്പോൾ കുടിക്കുന്ന കുപ്പിയിലത് വെള്ളം എടുത്തേ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കുപ്പിയൊക്കെ കൊണ്ടുപോകുള്ളൂ, അതായത് വെള്ളം കിട്ടുന്ന കുപ്പിയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കുപ്പിയൊക്കെ കൊണ്ടുപോകുള്ളൂ. പക്ഷേ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഞാൻ ജിമ്മിൽ വെള്ളം കുപ്പി എടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ അടിക്കണം ഗൈസ്. അപ്പം ഞാൻ എൻ്റെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഞാൻ വേ പ്രോട്ടീനൊക്കെ ഇട്ട് അടിക്കണം. അപ്പോൾ കാരണം ഇവിടെ ഫുഡ് അങ്ങനെ എപ്പോഴും കഴിക്കാറില്ല. പ്രോട്ടീൻ കിട്ടുന്നുണ്ടാവും, പക്ഷേ ഫുഡ് എപ്പോഴും കഴിക്കാറില്ല. അപ്പോൾ ഭയങ്കര കുറവാണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 80 പ്രോട്ടീൻ കഴിക്കേണ്ട അടുത്ത് 30 പോലും കിട്ടുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഇതാണ്. ഒരു നേരം 2 നേരം വരെയൊക്കെ ഫുഡ് കഴിക്കാറില്ലല്ലോ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ പ്രോട്ടീൻ പൗഡർ കുടിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ, അതുകൊണ്ട് യെസ്. അപ്പോൾ എനിക്ക് പോകാൻ നേരമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ഒത്തിരി എടുക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ ഞാൻ കുറച്ച് ബിറ്റ് ഇന്നലെ എടുത്തതൊക്കെ ഞാൻ ആഡ് ചെയ്യാം സ്കൂളിലത്തെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. ഇന്നലെ ഞങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു ആൻഡ് വണ്ടർഫുള്ളായിട്ട് കഴിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സമയം നോക്കട്ടെ കേട്ടോ, കുഴപ്പമില്ല, 42 ആയതുള്ളൂ, ടൈമുണ്ട്. അപ്പം ഇന്നലെ ഞങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു. എക്സാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുകളില്ലേ, എല്ലുകൾ മനുഷ്യൻ്റെ സ്കെൽറ്റൽ സിസ്റ്റത്തിന് ആ സാധനത്തിലെ എല്ലുകൾ, സ്കെലറ്റ് സിസ്റ്റം, അതിലെ എല്ലുകളെ പറ്റി പഠിക്കാനായിട്ട്, അതായത് തല മുതൽ കാല് വരെ ഉള്ള എല്ലുകളുടെ പേരുകളും അതിൻ്റെ ലാറ്റിൻ വേർഡ്സും, അതായത് ഇംഗ്ലീഷിലല്ല ജർമ്മനിലെ പേരും അതുപോലെ അതിൻ്റെ ലാറ്റിൻ വേർഡ്സും പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഞായറാഴ്ച ഇരുന്ന് ഒരു 30 മിനിറ്റ് ടൈമർ വെച്ചു. ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടുപുറത്തിരിക്കുന്ന ചെറുക്കൻ, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആ ക്ലാസ്സിൽ സെക്കൻഡ് എഴുതി കഴിഞ്ഞിട്ടോ, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ചെറുക്കൻ ഇങ്ങനെ നമ്മുടെ സ്കൂളിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവൻ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചു. കുറച്ച് നേരം എഴുതി കഴിയുന്നതോടെ വരെ ഞാൻ അവിടെ വെച്ചു. അത് കഴിഞ്ഞ് എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാനും തമ്മിലൊരു പേഴ്സണൽ കോൺവെർസേഷൻ വന്നു. അപ്പോൾ കോൺവെർസേഷൻ വന്ന ടൈമിൽ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നമുക്ക് ഇട്ട എക്സാം ഇല്ലേ, അത് ഞാൻ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടിരുന്ന് പഠിച്ചതാണ്, 25 മിനിറ്റ് എടുത്ത് പഠിച്ച സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പഠിക്കാൻ പറ്റുന്നേ പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ളൊരു പേഴ്സണൽ കോൺവെർസേഷനില്ലേ. അപ്പോൾ പോടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇവിടെ അവർ പറയും കേട്ടോ. അവന് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അവൻ ജർമ്മൻകാരനായിട്ടില്ല, അവന് അത്ര പഠിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പഠിക്കാണ്ടായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് തരുമോ, അവന് പറ്റിയില്ല അപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരിത്. കാരണം അവൻ ഇവിടുത്തുകാരനാണ്. അപ്പോൾ അവന് പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് മോട്ടിവേറ്റ് ആവുമല്ലോ. യെസ്, അങ്ങനെ ഇന്നലെ ഇരുന്ന് ഞാൻ നിങ്ങൾ കണ്ട പോലെ ബ്ലൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി തീർത്ത് അതിനെപ്പറ്റി കുറച്ചൊന്ന് അന്വേഷിക്കുകയും ചെയ്തു എന്താണെന്നുള്ളത്. വലിയതായിട്ടൊന്നും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇനി സ്കൂളിലേക്ക് പോട്ടെ. സോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഇതാ ആൽഫയുടെ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. നടക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ബസ്സിന് പോയാൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കി വിടും. പക്ഷേ എനിക്ക് മിഠായി വാങ്ങണമായിരുന്നു, കിറ്റ്കാറ്റ് വാങ്ങണമായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് ബാങ്കിൽ കയറണം, അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ആ അക്കൗണ്ട് നിലവിൽ കയ്യിലില്ലാത്തൊരു അക്കൗണ്ടാണ്. അപ്പോൾ പുതിയ അക്കൗണ്ടല്ല, പഴയ അക്കൗണ്ടാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ബാലൻസ് കുറച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ആ പൈസ വിഡ്രോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ബാങ്കിൽ പോട്ടെ. കാരണം തിരിച്ചു വരുമ്പോൾ എനിക്ക് ആ സെയിം ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ജിമ്മിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാം. അതുകൊണ്ട് പിന്നെ രാവിലെ നടക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്താണ്, ബൈ ബൈ. സോ ഗൈസ്, അങ്ങനെ കുറേ ചിരിയും കളിയും ഒക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ബാങ്കിൽ കയറണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ
ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാങ്കിൽ പോയി കാർഡ് ഇട്ടു, എമൗണ്ട് ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കണമെന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അത് അക്കൗണ്ട് ക്ലോസ് ആക്കിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാങ്കുമായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു, കാർഡ് തിരിച്ചു തരുന്നു. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് കാർഡ് തിരിച്ചു തന്നില്ല. ഞാൻ കാര്യം ചെയ്തു, എൻ്റെ കാർഡ് ഇട്ട് നോക്കി, എൻ്റെ ഒറിജിനൽ കാർഡ് ഇട്ട് നോക്കി. അത് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാങ്ക് ഓപ്പൺ അല്ലായിരുന്നു ടൈമിൽ. അതുകൊണ്ട് ഇനി ബാങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ പോയി ചോദിച്ചു നോക്കണം എങ്ങനെയെന്താണ്. സോ ഗൈസ്, ഞാൻ എൻ്റെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. എനിക്ക് ബാങ്കിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടല്ലോ ATM കാർഡിലേക്ക്. അതുകൊണ്ട് ജിമ്മിലും ഇപ്പോൾ പോകുന്നില്ല, വീട്ടിലേക്കും പോകുന്നില്ല എന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നു. ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ജിമ്മിലേക്ക് പോകും, അതിനുശേഷം വീട്ടിലേക്ക് പോകാം എന്നാണ്.